എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ഓട്ടോ സ്റ്റാൻഡിലാണ്. വാഴട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതൻ ചേട്ടൻ, അദ്ദേഹം ഇവിടെ നിന്നാണ് തൻ്റെ ജീവിതം ഓട്ടോ ഡ്രൈവറായിട്ട് ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോ കൂട്ടായ്മയിൽ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. കൂട്ടായ്മയിലെ കുറച്ച് ചേട്ടന്മാർ സുഗതൻ ചേട്ടനെ കുറിച്ചിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്തായിരുന്നു സുഗതൻ ചേട്ടൻ എന്നുള്ളത്? എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ വട്ടിയൂർക്കാവ് ഓട്ടോ ഡ്രൈവേഴ്സ് സംസ്കാര സമിതിയുടെ നിലവിലെ പ്രസിഡൻ്റാണ്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മൾ 2 ദിവസത്തിന് മുമ്പേ ഒരു വ്യക്തി നമ്മളെപ്പറ്റി കുറച്ച് അപവാദം പറയാനുണ്ടായി. അയാൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അയാൾ പറഞ്ഞു നമ്മളിവിടെ ഗുണ്ടായിസം കാണിക്കുന്നു, വണ്ടി ഓട്ടോ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതി ഇങ്ങനെയായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചു. അതിനൊരു മറുപടിയായിട്ടാണ് ഇത് പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു ഗുണ്ടായിസം കാണിക്കുന്നില്ല. ആ പാടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ എടുക്കാൻ സമ്മതിക്കാറില്ല. അത് ഇവിടെ നിന്നുള്ളതല്ല, തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരിടത്തും സമ്മതിക്കാറില്ല. ആ ഒരു ഗുണ്ടായിസം മാത്രമേ നമ്മളോട് കാണിക്കുന്നുള്ളൂ. അതിനെ ഗുണ്ടായിസം എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ വാഴത്തോണം വാർഡ് കൗൺസിലർ സുഗതൻ, അദ്ദേഹത്തിനെ പറ്റി എന്തോ അയാൾ അപരാധം പറയുകയുണ്ടായി. അദ്ദേഹം നമ്മളുടെ ഓട്ടോ ഡ്രൈവേഴ്സ് സംസ്കാര സമിതിയുടെ നിലവിലെ രക്ഷാധികാരികൾ ഒരാളാണ്. അദ്ദേഹം ചെയ്യുന്ന നന്മകൾ അത്രമാത്രം ഒരുപാടുണ്ട്. നമ്മൾ 32 വർഷമായി നമ്മൾ ഈ സംഘടന തുടങ്ങിയിട്ട്. ഈ 32 വർഷം കൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും ചെയ്തതായിട്ട് എൻ്റെ അറിയില്ല. അത്രമാത്രം നല്ല കാരുണ്യ പ്രവർത്തനം ചെയ്ത അദ്ദേഹത്തിനെയാണ് ഇപ്പം ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തി കാപ്പാപ്പെടുത്തി അകത്തിട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ചോദിച്ചാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഈ ഒരു പ്രവണത എല്ലാവരും ഒന്ന് മാറ്റണം. കാരുണ്യം ചെയ്യുന്നവരെ എപ്പോഴും നല്ലതായി തന്നെ കാണാൻ വേണ്ടി സാധിക്കണം. ഓട്ടോ ഡ്രൈവർമാർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുപാട് 4 പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തു, വീട് വെച്ച് കൊടുത്തു, നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഓട്ടിസം ബാധിച്ച പിള്ളേർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 32 വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ഒരു ഗുണ്ടാ പ്രവർത്തനത്തിനും പോയിട്ടില്ല. സുഗതൻ ഇവിടുത്തെ പഴയ ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേര് അദ്ദേഹത്തിന് ദൈവം നല്ലത് കൊടുത്തു. ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. അദ്ദേഹം ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാട്ടോടത്തെ ജനങ്ങൾ അദ്ദേഹത്തെ കൗൺസിലറാക്കില്ലല്ലോ. ഇവിടെ ജനങ്ങൾ ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം നല്ല പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൗൺസിലറാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചെയ്യുന്നതും നമ്മൾ ഓട്ടോക്കാരോട് ചെയ്യുന്ന ഈ ദുഷ്പ്രവൃത്തികൾ നിർത്തണമെന്നാണ് ഓട്ടോ ഡ്രൈവേഴ്സ് സംസ്കാര സമിതി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ വട്ടിയൂർക്കാവ് ഓട്ടോ ഡ്രൈവേഴ്സ് സംസ്കാര സമിതിയുടെ രക്ഷാധികാരിയാണ്. ഞാൻ 46 വർഷം കൊണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏകദേശം 74 വയസ്സ് കഴിഞ്ഞു. സുഗതൻ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഓട്ടോറിക്ഷയായിട്ടാണ് ഇവിടെ ആദ്യം വന്നത്. 2 വർഷക്കാലം മാത്രമേ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ളൂ. അതിനുശേഷം മറ്റു മേഖലകളിൽ പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ വാർഷികം ആരംഭിച്ചിട്ട് 32 വർഷമായി. 32 വർഷക്കാലം കൊണ്ട് സുഗതൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സ്റ്റാൻഡിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിക്കുന്ന സുഗതനാണ്. ഈ MLA ആയിരുന്ന പ്രശാന്തുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്രയും രൂക്ഷമായ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തുകയും വർഷങ്ങൾക്ക് മുമ്പ് സുഗതൻ കൗൺസിലർ ആവുന്നതിന് 1 വർഷത്തിന് മുമ്പ് ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഈ പ്രശാന്തിൻ്റെ കെയറോഫിൽ ഒരു 5ഓളം ഗുണ്ടകളെ വെട്ടുകത്തി വിട്ടാൻ വന്ന സമയത്ത് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനെ വിലക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ 2ാം പ്രതിയാക്കുകയും എനിക്ക് അവസാനം ജാമ്യം കിട്ടിയത് 2 മാസം കഴിഞ്ഞാണ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത്. സുഗതന ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുക്കുകയും അവന് ഉടനെ ജാമ്യം കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഉടനെ തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വേറൊരു ഓട്ടോറിക്ഷയിൽ സുഗതനെ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുകയും ആ ഓട്ടോറിക്ഷക്കാരനെ 3ാം പ്രതിയാക്കുകയും സുഗതൻ വന്ന കാറിൻ്റെ ഡ്രൈവറെ 4ാം പ്രതിയാക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിൽ പ്രശാന്താണ്. ഇത് മെയിൻ കാരണം ഇവിടെ റോഡ് വികസന ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ട് സുഗതൻ എല്ലാ രാഷ്ട്രീയക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് 100ഓളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരപ്പന്തലിവിടെ കെട്ടുകയുണ്ടായി. ആ സമരപ്പന്തൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 59 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രശാന്തിൻ്റെ കെയറോഫിൽ ഈ സമരപ്പന്തൽ വിളിക്കണമെന്നും റോഡ് വികസനം ആരംഭിക്കാൻ പോകണമെന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ ഇവരെല്ലാം ക്ഷണിച്ചിട്ട് അവർ വികസനത്തെപ്പറ്റി സംസാരിക്കാതെ ഈ സമരപന്തൽ പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടു.
സുഗതൻ പറഞ്ഞു ഈ സമരപന്തൽ പൊളിക്കണമെങ്കിൽ വികസനം തുടങ്ങി അതിനൊരു മുഹി വരുന്നവരെ ഈ സമരപന്തൽ പൊളിക്കില്ല എന്ന് തർക്കമുണ്ടായി അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. ഈ സുഗതനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടത്തിയതിന് ശേഷമാണ് ഈ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികളെല്ലാം ചേർന്ന് ഈ സമരപന്തൽ പൊളിക്കുകയും ചെയ്തു. അതും ഒരു പ്രശ്നമായി. സമരപന്തൽ പൊളിക്കുകയും ചെയ്തു. അത് ഇവരാണെങ്കിൽ അവനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടത്തിയതിന് ശേഷം സമരപന്തൽ പൊളിച്ചതാണ്. ഇവനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടത്തിയതിൻ്റെ പിറ്റേ ദിവസം കോർപ്പറേഷൻ്റെ ആളെ കൊണ്ടുവച്ച് പൊളിപ്പിച്ചു. കുറേ ഗുണ്ടകളെ കൊണ്ട് നിർത്തിയാണ് പൊളിപ്പിച്ചത്. ആ സുഗതമുള്ള സമയത്ത് അവർക്ക് പൊളിക്കാനുള്ള കഴിവുണ്ടോ? അതിനുള്ള കഴിവുമില്ല. ഈ നാട്ടിൽ ഇവിടെ അന്വേഷിച്ചാലും അറിയാം, ഈ പ്രശാന്ത് എല്ലാവരുടെയും വരെ ഗുണ്ടയാണെന്ന് ആണ് അവതരിപ്പിക്കുന്നത്. ഈ വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു വെളിയിലുള്ള തേച്ച് മാച്ചുള്ള കുറേ കോപ്രായം കാണിച്ചില്ല, അകത്ത് ഒരു പണിയും ചെയ്യാതെ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അത് ചൂണ്ടിക്കാണിച്ചതും സുഗതനാണ്. ഈ പാപ്പാട് അവർ ഗ്രന്ഥശാല ഉദ്ഘാടനത്തിന് വന്ന് അതിനും ഒന്നും തീരാതെ അത് ഉദ്ഘാടനത്തിന് വന്നു, അതും തടസ്സപ്പെടുത്തി. ഇതൊക്കെയാണ് പ്രശാന്തിൻ്റെ ഏറ്റവും വലിയ ശത്രുഭാവമുള്ള കാരണം. അതിന് ഇവിടുത്തെ പോലീസുകാരും ഈ പ്രശാന്തിന് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്തു. ഇവരെല്ലാം വിവരാനുമായി നാട്ടുകാരും പറയുന്നില്ല, ഗുണ്ടാന്നാരും പറയുന്നില്ല. ഈ നാട്ടിൽ സഹായിക്കാത്ത ഒരാളിവിടെ ഇല്ല, എല്ലാവരും സഹായിക്കുന്ന മനസ്സുള്ള ഒരാളാണ്. പിന്നെ വാർഡിൽ ഇവൻ കൗൺസിലറാവാൻ ഇവൻ ഗുണ്ടാണെങ്കിൽ എങ്ങനെ ജയിച്ചു? അന്ന് ഇവർ MLA ആയിരുന്ന സമയത്ത് ഗുണ്ടാണെങ്കിൽ ഇത്രയും കേസുകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ അകത്തിട്ടില്ല? 19 കേസുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് 19 ദിവസം ഉണ്ടാവില്ല. ആ 19 ദിവസം ഉള്ളപ്പോൾ ഈ പ്രശാന്ത് MLA ആയ സമയത്തല്ലേ ഗുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ പ്രശാന്ത് ആണാണ് പിടിച്ച് അകത്തിലാകുന്നത്. അവൻ കൗൺസിലറിന് അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവനെ അകത്താക്കിയത്. എനിക്ക് ഒരുപാട് പറയാണ്ട് ഒരു വർഷം ഉള്ള പറഞ്ഞാൽ തീരുവില്ല. സുഗൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ തീരുവില്ല. എൻ്റെ പ്രവർത്തനം പറഞ്ഞത് ഒരു ഭാഗം മാത്രമേ പറഞ്ഞത്. സുഗൻ ചേട്ടൻ നമ്മളെ ഈ ഓട്ടോ ഡ്രൈവേഴ്സ് സാംസ്കാരിക സമിതിയുടെ രക്ഷാധികാരിയാണ്. അപ്പം നിരവധി കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ചികിത്സാ സഹായം എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഓണത്തിന് കിറ്റുകൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രളയ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഫണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ CPT 2 ഓട്ടിസം ബാധിച്ച പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഓടി എല്ലാ ഡ്രൈവർമാരെയും ഒരു പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറവ് വന്ന പൈസ സുഗതൻ ചേട്ടനും കൂടെ ഒരുപാട് പൈസ ആയിട്ടുണ്ട്. അതുമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല കാര്യം നമ്മളിത് ചെയ്യണമെങ്കിൽ തന്നെ നമ്മളെ ഇത് മേൽനോട്ടം വഹിക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എത്തൂല ഒരിടത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ പറയുന്നത്, ഗുണ്ടയാണെന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ വാട്ടുകുളത്തെ വട്ടിയൂർക്കാവ് ജനങ്ങളൊന്നും ഇന്നുവരെ ഗുണ്ടയെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ വ്യക്തിവൈരാഗ്യമുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുള്ളേ ഉള്ളൂ. അതെ, കാപ്പ ചുമത്തി ഇങ്ങനെ ജയിലിൽ അടച്ചിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും സഹായിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹായിക്കാറുണ്ട്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് സുഗതൻ ചേട്ടൻ. എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാനൊരു 33 കൊല്ലം കൊണ്ട് ഈ വട്ടിയൂർക്കാവിൽ ആട്ടോ ഓടുകയാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ആട്ടോ ഓടാൻ വന്നിട്ടുള്ളത്. അവൻ്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് അവൻ ഈ രീതിയിൽ ഇത്രയും വളർന്നു വന്നത്. പക്ഷേ അവൻ്റെ നിലനിൽപ്പിലല്ലാതെ ബാക്കിയുള്ള കാര്യത്തിനാണ് മൊത്തമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. ഇത് മനഃപൂർവ്വം, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മനഃപൂർവ്വം രാഷ്ട്രീയമായിട്ട് അവനെ അകത്താക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുകയുള്ളൂ. കാരണം ഈ വാഴട്ടോണ വാർഡിൽ അവൻ നിന്ന് മത്സരിക്കുമ്പോൾ അതിനെതിരായിട്ട് നിന്നത് ഇവൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ് എതിരായിട്ട് നിന്നിട്ടുള്ളത്. ആ സീറ്റ് അവിടെ നിന്ന് ഈ സുഗതൻ എന്ന് പറയുന്ന പുള്ളി പിടിച്ചെടുത്തപ്പോൾ അവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തിലാണ് അവനെ ഈ കള്ളക്കേസ് കൊടുക്കിയിട്ടുള്ളത്. അവൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല. കാരണം ഈ 32 വർഷം കൊണ്ട് ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഞങ്ങളെ കൂടെ മുൻപന്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് അവൻ. ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വട്ടിയൂർക്കാവെന്ന് മാത്രമല്ല, ഈ വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് മുൻപന്തിൽ നിന്ന് ഒരു വ്യക്തിയാണ് ഈ സുഗതൻ എന്ന് പറയുന്നത്. അത് ഇപ്പം നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ വൈരാഗ്യമായിട്ട് നടത്തിയിട്ടുള്ള അവനെ എങ്ങനെയെങ്കിലും തകർക്കുക, തെറിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നടത്തിയിട്ടുള്ളത്. അത് എന്തായാലും വിട്ടുകൊടുക്കാൻ ബാക്കിയുള്ളവർ തയ്യാറും ആകില്ല.
എന്തായാലും ഭരണത്തെ വെച്ച് കാണാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയോട് നിർത്തുന്നത്. ഓട്ടോ കൂട്ടായ്മയിലെ ചേട്ടന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ സുഗതൻ ചേട്ടനെ കുറിച്ചിട്ട്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ഓട്ടോ കൂട്ടായ്മയിലെ ചേട്ടന്മാർ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സുഗതൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തട്ടെ. ഇവിടുത്തെ കൗൺസിലറായിട്ട് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടുത്തെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും വാർഡിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.